ഇപ്പോൾ ആയുർവേദം ഒരു ഷോർട്ട് ടേം ആയിട്ട് മാത്രം യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതൊരു ശാസ്ത്രമല്ല എന്ന് പറയുന്ന ഒരു സമയത്ത് അത് ശരിക്കും ഒരു ജീവിതശൈലി അല്ലേ? ആ രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആയുർവേദത്തിന് വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യും, അസുഖങ്ങൾ വരാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യില്ലേ? എന്താണ് ആയുർവേദം? ആയുസ്സിന്റെ വേദമാണ്. ആയുസ് എന്താണ്? സുഖായു, ദുഃഖായു, അല്ലെങ്കിൽ ആയുസ് എന്ന് പറഞ്ഞാൽ എല്ലാ ജീവികൾക്കും ഒരു മെച്യൂരിറ്റി എത്തിക്കഴിഞ്ഞാൽ ഇൻറ്റു ഒരു 5, 20 × 5 ഒരു 100 വയസ്സ് വരെ ആയുസ്സുള്ള മനുഷ്യൻ എങ്ങനെ ആ 100 120 ആക്കാൻ പറ്റും, അല്ലെങ്കിൽ 100-ൽ തന്നെ നിർത്താൻ പറ്റും? അതിനനുസരിച്ചുള്ള ഒരു ജീവിത ശൈലി ഉണ്ടാവണം. അതിനനുസരിച്ച് അതിൽ ഫോക്കസ്ഡ് ആയിട്ട് വേണം നമുക്ക് മുന്നോട്ട് നീങ്ങാൻ. അങ്ങനത്തെ ഒരു രീതിയിലാണ് ആയുർവേദം ആയുസ്സിനെ കാണുന്നത്, ആരോഗ്യത്തിനെ കാണുന്നത്. അതിന് ജീവിത ശൈലി വേണ്ടേ? ജീവിത ശൈലി വേണം. ഭക്ഷണക്രമം വേണ്ടേ? ഭക്ഷണക്രമം വേണം. എത്ര കഴിക്കണം എന്നറിയണ്ടേ? എത്ര കഴിക്കണം എന്നറിയണം. അതാണ് മാത്രാശുദ്ധി എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ. എന്ത് കഴിക്കണം എന്നറിയണ്ടേ? അന്നസ്വരൂപ വിജ്ഞാനിയും ദ്രവദ്രവ്യ വിജ്ഞാനിയും ഒക്കെ നമ്മൾ പഠിക്കുന്നത് അതിന് വേണ്ടിയിട്ടല്ലേ? അപ്പൊ നമ്മൾ ഇത് മൊത്തമായിട്ട് എന്തൊക്കെ ശരീരത്തിൽ ഒരു മാറ്റങ്ങൾ വരുത്താൻ ചെയ്യേണ്ടത്. ഏത് സ്വാദുള്ള ഭക്ഷണമാണ് ആദ്യം കഴിക്കേണ്ടത്, ഏത് സ്വാദുള്ളത് പിന്നെ കഴിക്കണം, എത്ര വെള്ളം കുടിക്കണം, അങ്ങനെ ഒരു ശരീരത്തിനെ സ്വാധീനിക്കാവുന്ന എല്ലാ കാര്യത്തിനെ കുറിച്ചും ആയുർവേദത്തിൽ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ അതൊരു ജീവിതചര്യയല്ലേ? ജീവിതചര്യയാണ്. പക്ഷെ അത് ആരോഗ്യത്തിന് ഭംഗം വരുമ്പോൾ, ആയുസ് കുറയാൻ സാധ്യതയുള്ള രോഗങ്ങൾ വരുമ്പോൾ അതിന് ചികിത്സയും പറഞ്ഞിട്ടുണ്ട്. അതല്ലേ വേണ്ടത്? അങ്ങനെ തന്നെയല്ലേ ഒരു സയൻസ് എന്ന് പറയുമ്പോൾ ആരോഗ്യത്തിനെ നോക്കി കാണേണ്ടത്? എങ്ങനെ മരുന്ന് കഴിക്കാണ്ട് ജീവിക്കാൻ പറ്റും, എങ്ങാനും മരുന്ന് കഴിക്കേണ്ടി വന്നാൽ എന്തൊക്കെ മരുന്നുകളുണ്ട് മാറ്റാൻ പറ്റും? ഇതന്നെയല്ലേ ശാസ്ത്രം എന്ന് പറയുന്നത്.